ലെറ്റ്സ് ഇപ്പോൾ ഇച്ചിരി എക്സ്പോസ് ചെയ്ത് ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നത് പോണല്ലേ. ഓൾദോ നമുക്ക് എല്ലാവർക്കും മേ ബി എഗ്രി ചെയ്യാൻ പറ്റും പിള്ളേർ പോൺ കാണാറുണ്ട്. സംഗീതം എന്താ തോന്നുന്നു? ഇതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല. ഇങ്ങനെ ഒരു ബാൻ ചെയ്താൽ യൂട്യൂബിന്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ഡിറ്റക്ട് ചെയ്യും. അതിലിപ്പോൾ എന്തെങ്കിലും ന്യൂഡായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് വീഡിയോ അപ്പോൾ തന്നെ ടേക്ക് ഡൗൺ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യണം. പോലീസിന്റെ കൺട്രോൾ ആയിട്ടുള്ള പയ്യൻ അണ്ടറേജ് ആയിട്ടുള്ള പെണ്ണ് ചാറ്റ് ചെയ്യും ഈ പീഡോഫൈലിനോട്. പെണ്ണ് തന്നെയാണോന്ന് നിർബന്ധമില്ല. ഫോണിലൊക്കെ സംസാരിച്ച് ചൂടായി നിൽക്കുമ്പോഴത്തേനും പിന്നെ പറഞ്ഞു എനിക്ക് 16 വയസ്സിൽ ഓക്കെ എന്ന് സോറി ഭയന്ന് പിള്ളേരെ മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള നമുക്ക് കാനഡനെ കുറിച്ച് സംസാരിക്കാം. കാനഡയുടെ കുറച്ച് പൊളിറ്റിക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേസിക്കലി കാനഡയിൽ റീസെൻ്റ്ലി ഫെഡറൽ ഗവൺമെൻറ് ഒരു റൂളിംഗ് വരുവാണ്. ഇനി മുതൽ ഇത്രയും പർട്ടിക്കുലർ ഏജിന് താഴെയുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാന്നുള്ളത്. ഓക്കെ. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യാൻ ഉള്ളൊരു നീക്കം. ഇത് ഓൾറെഡി ഓസ്ട്രേലിയയിൽ ഇവർ ചെയ്തു. എന്നിട്ട് അവിടെ അവരാണെങ്കിൽ ആദ്യം തന്നെ കുറേ ഓൾമോസ്റ്റ് മില്യൺസ് എന്തോ അക്കൗണ്ട്സൊക്കെ ഡീആക്ടിവേറ്റ് ആയി. പിന്നെ അവർ $50 മില്യൺ ഫൈൻ വെച്ചേക്കുന്നത് ഇങ്ങനെ പിടിക്കുവാണ്. എനിക്ക് തോന്നുന്നു അത് ഇവർക്കാന്ന് തോന്നുന്നു, സോഷ്യൽ മീഡിയ കമ്പനികൾക്കാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇനി പിള്ളേരെ അലോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയ ഫൈനൊക്കെ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതിനൊക്കെ അതൊക്കെ അതെനിക്ക് തോന്നുന്നു അതൊക്കെ കമ്പനിയുടെ ഇതിലിരിക്കും. അത് ഒക്കെ പ്രിവെന്റ് ചെയ്യാന്നുള്ളതൊക്കെ അവരുടെ ഇതിലിരിക്കും. പക്ഷെ അതെനിക്കറിയാം അതൊക്കെ എങ്ങനെ ചെയ്യുന്നു. അതിന് ഐഡി വെക്കണം. ഐഡി ഉണ്ടെങ്കിൽ കുറെയൊക്കെ ഈസി ആയിട്ട് നടക്കും. പക്ഷെ എനിക്ക് വേണമെങ്കിൽ എൻ്റെ പേരൻറ്റിൻ്റെ ഐഡി ഉപയോഗിച്ചിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാമല്ലോ. പേരന്റ് സമ്മതിക്കുവാണെങ്കിൽ അവിടെ പക്ഷേ പേരന്റ് കൺസെന്റ് വേണം. അല്ലടാ, ഈ ഐഡിക്ക് ഒരു ഇതാണെന്ന് വെച്ചാൽ ചില ഒട്ടുമിക്കതിലും കണ്ടിട്ടുണ്ട് നമ്മുടെ ഫേസ് കൂടെ വെരിഫൈ ചെയ്യും. പേരന്റ് ഫേസ് പേരന്റ് അറിയാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് പേരന്റിന്റെ സമ്മതത്തോടെ പേരന്റ് സമ്മതിക്കുവാണെങ്കിൽ അത്. പക്ഷെ അപ്പൊ ആ ഒരു സൈഡ് ആലോചിക്കുക. അപ്പോ ഒരു വെബ്സൈറ്റ് നിനക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ ആ വെബ്സൈറ്റ് കയറിയിട്ട് നീ കൊടുക്കുന്ന ഡേറ്റയുടെ ഒപ്പം ഇനി മുതൽ നീ നിന്റെ ഫേസ് ഡേറ്റ് നിന്റെ ഐഡി ഒക്കെ കൊടുക്കണം. അപ്പൊ എത്ര പ്രൈവസി ആൾക്കാർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടല്ലേ. പിന്നെ ലോക്ക്ഡൌൺ അല്ലേ എപ്പോഴും. സ്റ്റുഡൻസ് പിള്ളേർ ഇപ്പൊ ലെറ്റ്സ് അപ്പൊ അതിലൊരു ചോദ്യം വരാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലെറ്റ്സ് ഒരു കൊച്ചല്ല ആ ഫോൺ എടുക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാകും? ഇൻസ്റ്റാഗ്രാം എടുത്തേക്കുന്നത് ഈ സാധനം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പേരൻസ് ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ പേരൻസ് അനുവദിച്ചിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. ബാക്കി റെസ്പോൺസിബിലിറ്റി പേരൻസിന്റെ കയ്യിലാ. അതെ, അതാണ് ഞാൻ. അപ്പൊ ഇത് ഗവൺമെന്റ് ഇവർക്ക് ഈ കമ്പനികൾക്കൊക്കെ ഫൈൻ കൊടുത്തിട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു റൂൾ വെച്ചാൽ എനിക്ക് ഒന്നും നടക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതാ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇതിനകത്ത് കിടക്കുന്ന സ്ഥലത്തോടെ കൺസിഡർ ചെയ്യുന്നേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ഒരു ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ അല്ലാതെ കൺസിഡർ ചെയ്യാന്ന് വെച്ചാൽ അതെന്തായാലും അത് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. അല്ലാതെ ചെയ്യാതിരിക്കാനും സാധ്യതയില്ലേ? ചെയ്യാതിരിക്കുകയാണെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് ജസ്റ്റ് പുള്ളി ഒരു ഓപ്ഷൻ പോലെ പറയുന്നല്ലേ ഉള്ളൂ. അത് ഉറപ്പില്ലല്ലോ. അല്ലല്ല, ഇത് വേറൊരു കക്ഷിയാണ്. ഗവൺമെന്റില് ഇല്ല. പക്ഷെ ഓസ്ട്രേലിയയിലൊക്കെ ഇത് ഓൾറെഡി ഇവർ ഇംപ്ലിമെന്റ് ചെയ്തു. കുറെ അക്കൗണ്ട്സ് ഒക്കെ. ഇത് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനിൽ പിള്ളേർ കയറി കഴിയുമ്പോൾ ഓൺലൈനായിട്ട് കുറെ ബുള്ളിങ് ഹറാസ്മെന്റ് ഒക്കെ ഉണ്ടാവല്ലോ. അതും പിന്നെ ഈ ചൈൽഡ് പോണും അതിൽ നിന്നൊക്കെ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്. ബുള്ളിങ് എന്നൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഓൺലൈൻ കയറാതിരിക്കുക നോക്കുക എന്നുള്ളത്. അല്ല, ഇതിപ്പോ എങ്ങനെ ഇപ്പൊ ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഈ പറഞ്ഞ ഇതൊന്നും ഇറങ്ങുന്നില്ല. അത് അപ്പോഴേക്കും ടേക്ക് ഡൗൺ ചെയ്യും. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ എന്തോരം ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആവശ്യത്തിലേറെ ഉണ്ട്. മോണിറ്ററിംഗ് അല്ല, അതല്ല പിള്ളേർക്ക്. അപ്പൊ ഞാൻ വിചാരിച്ചത് പറഞ്ഞാൽ ഇതൊക്കെ അപ്പൊ തന്നെ ഇറങ്ങുമ്പോ തന്നെ മിക്കവാറും ടേക്ക് ഡൗൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന്. എക്സിലൊക്കെ എന്തൊക്കെ കാണാൻ പറ്റും? ട്വിറ്ററിലൊക്കെ എന്തൊക്കെ കാണാൻ പറ്റും? ഓക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ പിള്ളേരെ സംരക്ഷിക്കാനുള്ള ഒരു ഇതാണ്. പക്ഷെ അത് എന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് ഉടനെ അറിയാൻ പറ്റും തോന്നുന്നില്ല. കുറച്ചാലും കൂടെ കഴിയേണ്ടി വരും മിക്കവാറും. അതിപ്പോ ഇത്രയും വേസ്റ്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു എനിക്ക് തോന്നുന്നു. അതിപ്പോ പിള്ളേര് വേൾഡ് അറിയാം. വേസ്റ്റ് ആയിട്ട് ചിന്തിക്കുന്നത് കാരണം പിള്ളേരൊക്കെ ഇപ്പൊ ഓൺലൈൻ ബുള്ളിങ്ങും ഹറാസ്മെന്റും ഒക്കെ കാരണം പിള്ളേർക്കും പ്രശ്നങ്ങളുണ്ട്. ചില പിള്ളേർ ഈയിടെ നമ്മൾ പറഞ്ഞല്ലേ ഏതൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിട്ട് അതിപ്പോ ആ കൊച്ചിനെ പിള്ളേർക്ക് ആക്സസിബിൾ അല്ലായിരുന്നെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ഇത് ഇച്ചിരിയോടെ എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ വീഡിയോസ് ഒക്കെ പടപടയും ടേക്ക് ഡൗൺ ചെയ്യുന്ന സംഭവം ചെയ്യുവാണെങ്കിൽ ലൈക്ക് നിങ്ങൾക്ക് എത്ര എഗ്രിയബിൾ ആണ് ഈ ഒരു സംഭവം? ഇല്ല, എനിക്കത് പറയാം. പിള്ളേര് വേൾഡ് ഇങ്ങനെയാണെന്ന് പിള്ളേർ വേണം സോഷ്യൽ മീഡിയയിലൂടെ കാണട്ടെ എന്നൊന്നും എനിക്ക് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ വേൾഡ് എന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ ബുള്ളിങ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈനിൽ അപ്പനും അമ്മയൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. വേൾഡ് കാണാൻ എന്തിനാണ് ഫോൺ സോഷ്യൽ മീഡിയ? യൂട്യൂബ് നോക്കിയാൽ പോരെ. യൂട്യൂബോ അല്ലെങ്കിൽ ഗൂഗിൾ നോക്കിയാൽ പോരെ. അത് അവിടെ യൂട്യൂബിലൊന്നും വരത്തില്ലേ ഈ പറഞ്ഞ സംഭവം? യൂട്യൂബിൽ അങ്ങനെ പെട്ടെന്ന് യൂട്യൂബിൽ നമുക്ക് ആരും മെസ്സേജ് അയക്കത്തില്ലല്ലോ. അല്ല, ഈ പറഞ്ഞ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ നടക്കത്തില്ല. സോ നിങ്ങൾ പറയുന്നത് മോർ ദാൻ ബാനിങ്
ആ ഒരു കൺട്രോൾ പേരൻസ് സെലക്ട് ചെയ്തിട്ട് പേരൻസ് അല്ല, ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ വീഡിയോസും കാര്യങ്ങളെല്ലാം അതൊക്കെ പടപടയും ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് അങ്ങനത്തേത് മൊത്തത്തിൽ ബാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ, പകുതി പ്രശ്നങ്ങളും തീരില്ലേ? പക്ഷെ അത് ബാൻ ചെയ്തിട്ട് എന്താ കാര്യം? അതൊക്കെ വലിയവർക്ക് അത് ഓക്കെ അല്ലേ, പിള്ളേർക്ക് മാത്രമല്ലേ കുഴപ്പമില്ല. പിള്ളേർക്ക് പക്ഷെ അത് ബാൻ ചെയ്യുമ്പോഴത്തേക്കും അത് ബാൻ ചെയ്യുമ്പോൾ ആംഗിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ ബാൻ ചെയ്യും? കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫോൺ ലെറ്റ്സ് ഫോൺ ബാൻ ചെയ്യുക, അപ്പോൾ അങ്ങനെയാണ് സോഫ്റ്റ് ഫോൺ ബാൻ ചെയ്യേണ്ടി വരത്തില്ല. സോഫ്റ്റ് ഫോൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഇപ്പോൾ ഇച്ചിരി എക്സ്പോസ് ചെയ്ത ഒരു ലെറ്റ്സ് പെണ്ണ് ഡാൻസ് കളിക്കുന്നത് പോണാണോ പോണല്ലയോ? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെന്റ് തീരുമാനിക്കട്ടെ. ഗവൺമെന്റ് എല്ലാം ഗവൺമെന്റ് അല്ലേ തീരുമാനിക്കുന്നത്. അപ്പം ലൈക്ക് പിള്ളേരെ മാത്രം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളതും കൂടെ നമുക്ക് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഫോൺ മാത്രമല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതെല്ലാം ബ്ലോക്ക് ചെയ്ത് ഉദ്ദേശിച്ചത് നല്ല രീതിയിൽ തന്നെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക്. അല്ല, പല വെബ്സൈറ്റ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ നോർത്ത് കൊറിയയിലാണെങ്കിൽ തന്നെ 28 വെബ്സൈറ്റ് കണ്ടേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ വേണമെന്ന് വെച്ചാൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, വേണമെന്ന് വെച്ചാൽ എന്തായാലും ചെയ്യാൻ പറ്റും. മൊത്തത്തിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുത്താലും പിള്ളേർക്ക് വേണ്ടിയിട്ട് എന്തിനാ എല്ലാം കൂടെ കളയുന്നത്? പിള്ളേർക്ക് കൊടുക്കാതിരുന്ന പോരെ. അതിപ്പോ എനിക്ക് തോന്നുന്നു അറ്റ് ദി എൻഡ് പേരൻസിന്റെ കൺട്രോൾ എന്ന് എനിക്ക് തോന്നുന്നു. ഇല്ലെങ്കിൽ 50 മില്യൺ ഫൈൻ പേരൻസിന് വെക്കണം. അപ്പൊ അവര് അങ്ങനെയാണെങ്കിൽ മിക്കവാറും റെസ്പോൺസിബിൾ ആകുമായിരിക്കും. പ്രശ്നം പറഞ്ഞാൽ പിള്ളേരുണ്ടാകത്തില്ല. അപ്പോൾ പക്ഷേ എനിക്കിതിൽ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇത് ഫെഡറൽ ഗവൺമെൻറ് കൺസിഡർ ചെയ്യുന്ന പറഞ്ഞത്, ഒണ്ടാരിയോ ഗവൺമെൻറ് എനിക്ക് മനസ്സിലായി. വെച്ചാൽ ഒണ്ടാരിയോ ഗവൺമെൻറ് ആണെങ്കിൽ മനസ്സിലാവും. ഓക്കെ, ഒണ്ടാരിയോ ഗവൺമെൻറ് ആണ് പറയുന്നത് ഞങ്ങളുടെ സ്റ്റേറ്റിൽ ഇതാണ് റൂളെന്ന്. ഈ US-ൻ്റെയും കാനഡയുടെ ഒക്കെ ഫൗണ്ടിങ് പ്രിൻസിപ്പാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സ്റ്റേറ്റുകളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റ് ചൂസ് ചെയ്യാൻ ഡിപ്പെൻഡിങ് അപ്പോൾ നിങ്ങളുടെ വാല്യൂസ്. ഫെഡറൽ ഗവൺമെൻറ് ഒരു റൂൾ വെക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു എൻറ്റയർ കൺട്രിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രിയിൽ ഫുള്ള് ചെയ്യുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് ഒരു പേരൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേരാണ് ഞാൻ നോക്കുള്ളൂ, നിങ്ങൾ എന്തിനാണ് നോക്കുന്നത്, ഇതെൻ്റെ പിള്ളേരാണ്. ഓക്കെ, അവർക്ക് കാണണോ കാണണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. ഒബ്വിയസ്ലി കാണിക്കേണ്ട, ബട്ട് തന്നെ അതിൻ്റെ അർത്ഥം അതല്ല ഞാൻ എല്ലാ സ്റ്റൈലിലും കയറുമ്പോഴത്തേനും. കാര്യം ഇവൻച്വലി ഇത് വരാൻ പോകുന്നത് എങ്ങോട്ടാന്ന് പറയാം. ഇവൻച്വലി വരാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുമ്പോഴത്തേനും മേ ബി ഇത് പിള്ളേർ തന്നെയാണ് കാണേണ്ടത് എന്നുള്ളതിന് ഫേസ് ID ചെയ്യാൻ പറയും, സ്കാൻ ചെയ്യാൻ പറയും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഫേസ് സ്കാനിങ് വരും, എല്ലാ പ്രാവശ്യവും ID വരും. അപ്പോൾ അത്രയും പ്രൈവസി ഡേറ്റ ചില ആൾക്കാർ മാക്സിമം അവരുടെ എത്ര പ്രൈവസി അല്ലെങ്കിൽ എത്ര ഡേറ്റ ഒരു ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുമെന്ന് മിനിമൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൈവസി എത്രയും വാല്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോൾ ഫേസ് ID ഒന്നും ഓൾറെഡി ഗവൺമെന്റ് ഇല്ലാന്ന് പറയാൻ പറ്റും നമുക്ക്. നമ്മുടെ എല്ലാവരുടെയും ഫേസ് ID ഒക്കെ എന്തായാലും ഉണ്ടാവും. ഫോണിലുണ്ട്, ഐഫോണിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഫിംഗർ പ്രിന്റ് ഒക്കെ എന്തായാലും നമ്മൾ കൊടുക്കും. അതിന് ലെറ്റ്സ് എല്ലാ വെബ്സൈറ്റിനും വേണ്ടി വരുവാണെങ്കിൽ എല്ലാ വെബ്സൈറ്റിൽ നീ ടാപ്പിൻ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ എന്തായാലും എടുക്കുന്ന ഗവൺമെന്റ് തന്നെയാണ്. നമ്മൾ ഓൾറെഡി ഇത് കൊടുത്തു. ഇല്ല, നിലവിൽ എനിക്കൊന്ന് അഗൈൻ ആപ്പിൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ID അവരുടെ ഫോണിൽ ലോക്കലിയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് പറയുന്നത്. അല്ലടാ, ഈ ഫേസ് ID എന്ന് പറയുമ്പോൾ അല്ലാതെ ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു ID എടുക്കാൻ പോകുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് ഫിംഗർ പ്രിന്റ് എല്ലാം കൊടുക്കണ്ടേ? ഇപ്പം പറഞ്ഞ ഗവൺമെന്റ് അടുത്ത് ഓൾറെഡി ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ, എന്താ ഇല്ലാത്ത ഐഡിയും സംഭവങ്ങളും നമുക്ക് ഒരു ഗവൺമെന്റ് ഇഷ്യൂഡ് ID ഉണ്ട്. ബട്ട് ആ ഒരു ID ലെറ്റ്സ് നീ ഒരു വെബ്സൈറ്റ് കയറ്റി കൊടുക്കുന്നുണ്ട്. സോ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെന്റ് മാത്രമല്ല ഡാറ്റ ലീക്ക് ആവുന്നത്, പോകുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിക്കാണ് പോകുന്നത്. പിന്നെ ആ കമ്പനി നിന്റെ അടുത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ചോദിക്കുക. അപ്പോൾ അത് നമ്മളാരും വായിച്ചിട്ടില്ല ടിക്കറ്റ് വിടുന്നത്. സോ അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവും ഇവരുടെ കമ്പനിയുടെ അടിയിൽ നിൽക്കുന്ന വേറെ കമ്പനിക്ക് ഡേറ്റയുടെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കും. സോ അതുകൊണ്ടാണ് ഈ വേറെ ഏതോ നാട്ടിലിരിക്കുന്ന കസ്റ്റമർ കെയറിൽ നിന്നൊക്കെ കോള് വരുന്നത്. ഫിലിപ്പീൻസിലൊക്കെ വിളിക്കാറില്ല ആൾക്കാർ, സോ അത്രയും നമ്മുടെ നമ്പറും കാര്യങ്ങളും ലീക്ക് ആവുന്നുണ്ട്. സോ അപ്പോൾ എനിക്കിതിൽ തോന്നുന്നൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഇതൊരു ലെറ്റ്സ് ലോക്കൽ ഗവൺമെന്റ് ആണ് പറയുന്നത്. ഓക്കെ, ഒണ്ടാരിയോയിൽ ഇത് വേണമെങ്കിൽ ഓക്കെ മനസ്സിലാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ BC-യിലേക്ക് മാറിക്കും, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറിക്കും. ഫെഡറൽ ഗവൺമെന്റ് ലെവലിൽ തന്നെ വെക്കാൻ പറ്റുന്ന റൂൾസിന് എനിക്ക് തോന്നുന്നത് അതിനൊരു ലിമിറ്റ് വേണം. എന്തൊക്കെ റൂൾസ് ഫെഡറൽ ലെവലിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കാര്യം എല്ലാ റൂൾസും ഇങ്ങനെ ഫെഡറൽ ഗവൺമെൻറ് തന്നെ കൊടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു എൻ്റയർ കൺട്രിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ അതിന് പ്രോ ചോയ്സ് പോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് എഗെയിൻ നമ്മുടെ കൺട്രീനേക്കാളും കൂടുതൽ കാനഡ, US അങ്ങനത്തെ കൺട്രികളുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പാൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിബർട്ടിയാണ്. ഇൻഡിവിജ്വൽസിന് റൈറ്റ് ഉണ്ട് ടു ചൂസ് വാട്ട് ഈസ് കറക്റ്റ് ഫോർ ദം, നോട്ട് തെറ്റായിട്ടുള്ള സംഭവങ്ങൾ. ഒരാൾ മരിക്കണം എന്ന് പറയുവാണെങ്കിൽ അയാളുടെ ചോയ്സ് ആണെങ്കിൽ പിന്നെ ഗവൺമെൻറ് പറയാൻ പറ്റത്തില്ലോ നിങ്ങൾ മരിക്കരുത്, സംഭവം മരിക്കാതിരിക്കാൻ നല്ലതായിരിക്കാമെന്ന് ഗവൺമെൻറ് പറയാം. പക്ഷേ അതിന് നിങ്ങൾ മരിക്കരുത്, നിങ്ങൾ ഞങ്ങൾ കെട്ടിയിടാൻ പോകുമെന്ന് പറയാനുള്ള റൈറ്റ് ഗവൺമെൻറ്റില്ല. കാര്യം ഗവൺമെൻറ് ഗോഡല്ല. കാര്യം ഗവൺമെൻറ്റിലും മനുഷ്യന്മാരാണ് ഇരിക്കുന്നത്, അവരും ഡ്രക്കോണിയൻ ആവാമെന്നാണ് ഇവരുടെ ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ എനിക്ക് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എഗെയിൻ ഇതൊരു ലോക്കൽ ലെവലിലായിരുന്നു എനിക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു സംഭവത്തിനോട് വലിയ യോജിപ്പില്ലാത്തത്. ഓൾദോ നമുക്ക് എല്ലാവർക്കും മേ ബി എഗ്രി ചെയ്യാൻ പറ്റും പിള്ളേർ ഫോൺ കാണാതിരുന്ന്. ബട്ട് ദെൻ അതിൻ്റെ പേരിൽ ഇനി ഗവൺമെൻറ് അതും കൂടി ഗവൺമെൻറ് എന്തെങ്കിലുമൊക്കെ കൈയിടാൻ നോക്കുന്നുണ്ടോ അതിലെല്ലാം ഗവൺമെൻറ് പ്രശ്നം വരുത്താറുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ ഒരു ആംഗിള്. സംഗീതം എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നു ഇതും കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇത് ഇങ്ങനൊരു ബാൻ ചെയ്താൽ. കാരണം നമ്മൾ പണ്ടേ കണ്ടിട്ടില്ലേ, നമ്മൾ
എന്ത് സാധനം നമ്മൾ കുറച്ച് അതിലേക്ക് പിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത്രേ അതിലേക്ക് ആൾക്കാർ പോകത്തുള്ളൂ. അപ്പോൾ നമ്മളിതിലൊരു ഒരു എന്താ പറയുക, ഒരു ഇത് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പിള്ളേർ കുറച്ചും കൂടി ഒരു ഇതായിരിക്കും, അവർക്ക് ഒരു മിസ്റ്ററി ആയിരിക്കും, ഇതെന്താ സംഭവം, സോഷ്യൽ മീഡിയ എന്താ. ഇന്നിപ്പോൾ നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയ അത്രയും വലിയ സംഭവമല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ വന്ന ജനറേഷനിൽ നമുക്ക് തന്നെ അറിയാം, അന്ന് നമ്മൾ എത്ര വയസ്സ് തൊട്ട് ഇതൊക്കെ ഉപയോഗിച്ച് തുടങ്ങിയതാണ്, ഇതൊക്കെ എന്താ സംഭവം. അപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് സോഷ്യൽ മീഡിയ ഫോണല്ല, സോഷ്യൽ മീഡിയ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 6ാം ക്ലാസ് തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ 6ാം ക്ലാസ് തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഇന്നത്തെ ജനറേഷൻ ആലോചിച്ച് നോക്കും. ഞാൻ 6ാം ക്ലാസ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഏകദേശം 8-9 വർഷം മുമ്പാണ്. അപ്പോൾ അന്ന് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയെങ്കിൽ ഇന്നത്തെ ജനറേഷനിൽ ഒരാളുടെ അടുത്ത് നമ്മൾ ഇത് വെച്ചാൽ പറയണേ, നീ വാട്സപ്പ് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് ഉപയോഗിക്കരുത്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കരുത്. ഇന്നിപ്പോൾ എന്താ പറയുക, ഇന്ന് ക്ലാസ്സിലൊരു ഇൻസ്റ്റാഗ്രാം ഇല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഷോക്കാണ്. അല്ലെങ്കിൽ സിഗ്മയല്ല, നമ്മൾ ലെഫ്റ്റ് ഔട്ട് പോലെ എന്തായാലും ആവും. അതിപ്പോൾ ഇന്ന് നമുക്ക് പറയാൻ പറ്റില്ല. 5 വർഷം മുമ്പ് തന്നെ ഇത് ഷോക്കായിരുന്നു. 5 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാം ഇല്ല എന്ന് പറയണത് എന്ത് ഷോക്കായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ട് പിള്ളേരുടെ അടുത്ത് ഇതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഷോക്കാണ്. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം കുറച്ചും കൂടെ റോയാണ്. ലൈക്ക് എക്സിലും ആണെങ്കിലും നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇറങ്ങുവാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ടേക്ക് ഡൗൺ ചെയ്തില്ല. പക്ഷെ നമ്മൾ യൂട്യൂബിൻ്റെ സിസ്റ്റം എന്ന് വെച്ചാൽ ഡിറ്റക്റ്റ് ചെയ്യും. അതിലിപ്പോൾ എന്തെങ്കിലും ന്യൂഡായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അത് വീഡിയോ അപ്പോൾ തന്നെ ടേക്ക് ഡൗൺ ചെയ്യും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ആൾക്കാരെ റിപ്പോർട്ട് ചെയ്യണം. അത് കുറേ പേർ റിപ്പോർട്ട് ചെയ്താലാണ് ടേക്ക് ഡൗൺ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൽ കുറേ സംഭവം എന്ന് വെച്ചാൽ ഈവൻ ജസ്റ്റ് ന്യൂഡായിട്ടുള്ള കണ്ടന്റ് മാത്രമല്ല, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്ന് ആളെ കൊല്ലുന്ന വീഡിയോ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വീഡിയോ ആണെങ്കിലും അതിൻ്റെ ഫുൾ വീഡിയോസ് അതിൻ്റെ കിട്ടും. എന്നുവെച്ചാൽ ആക്സിഡൻറ്റ് നടന്നിട്ട് ആളുടെ ഓർഗൻസൊക്കെ പുറത്ത് കിടക്കുന്ന വീഡിയോസ്. ഈവൻ റീസെൻ്റ്ലി പാകിസ്ഥാനിൽ ഒരു പുള്ളി ഓയിലെന്തോ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കാറ് വന്നിട്ട് ആ പാനിട്ട് ഇടിച്ചു, അതിലുണ്ടായിരുന്ന ഫുൾ ഓയിൽ പുള്ളിയുടെ മേത്തേക്ക് വന്ന് വീണ്. പുള്ളി എന്നിട്ട് തുണിയില്ലാണ്ട് പുള്ളിയുടെ മേല് ഫുള്ള് ഇങ്ങനെ കത്തി പുള്ളി കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാണ്. അത് 22 മണിക്കൂർ മുമ്പ് പോസ്റ്റ് ചെയ്തായിരുന്നു. 22 മണിക്കൂറായിട്ടും ആ പുള്ളി ഡ്രസ്സ് ഇടാണ്ട് ഇങ്ങനെ മേല് ഫുള്ള് കത്തിയിരിക്കുക, പുള്ളി കരഞ്ഞുകൊണ്ടിരിക്കുക. അത് പാകിസ്ഥാനിൽ നടന്ന ഒരു സംഭവമായിരുന്നു. എൻ്റെ ഫീഡ് വന്ന വീഡിയോ ആണ്. എൻ്റെ ഫീഡ് വന്നേ, അതും 22 മണിക്കൂറായിട്ടും ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ നമുക്ക് കാണാനുള്ളവർക്ക് വേണമെങ്കിൽ കാണാം. പക്ഷേ ഇതിപ്പോൾ പിള്ളേരും ഉള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനത്തെ വീഡിയോസ് സ്റ്റില്ലുണ്ട്. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ല. ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്കൊക്കെ നല്ല ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാം. പക്ഷെ പിള്ളേരും ഉണ്ട്. അല്ലെങ്കിൽ ഫോൺ എന്ന് പറഞ്ഞാൽ മൊത്തത്തിലൊക്കെ ബാൻ ചെയ്തു. സാധനം അല്ല, ഇതാണെങ്കിൽ തന്നെ ദേഹം മൊത്തം കത്തി അരിഞ്ഞു പോയി എന്ന് കേട്ടാ പോരെ, കാണണോ നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതിപ്പോ കാണണമെന്നുള്ള ഒരു ആൾക്കാരുണ്ടായിരിക്കുമല്ലോ. പുള്ളിയുടെ അവസ്ഥ എന്താണ്, അതിപ്പോ ക്യൂരിയസ് ആയിട്ടുള്ള എന്തായാലും ആൾക്കാരുണ്ട്. ആൾക്കാരുടെ ഒരു മൈൻഡ് നീ ആലോചിക്കണം. കാരണം അങ്ങനെ ഒരാൾ അവിടെ ഇരിക്കുക, സോ അതെടുത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ഒരുത്തന്റെ അല്ല, അത് പക്ഷേ ഏതോ സെക്യൂരിറ്റി ക്യാമറ ഫുഡ് അല്ലാണ്ടും എടുത്തുണ്ടായിരുന്നു. കുറെ ആംഗിൾ ഉണ്ടായിരുന്നു ഇതിന്റെ. അതാണ് പറഞ്ഞ ആ സമയത്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടി കാണിച്ചാൽ. പക്ഷെ ഇതിന്റെ പിന്നെ ഇത് മാത്രമല്ല, ഈ ഇമാതിരി വീഡിയോ കാണുന്ന കാര്യം മാത്രമല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൈനറായിട്ടുള്ള പിള്ളേരുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും പ്രായമുള്ള ഒരുത്തൻ കുറച്ചും കൂടെ വേറൊരു അക്കൗണ്ട് തുടങ്ങിയിട്ട് പയ്യനാന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് പെണ്ണിനെല്ലാം വീഴ്ത്തിക്കൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട്. പ്രൊഡക്റ്റേഴ്സ് അങ്ങനത്തെ കുറേ ഉണ്ട്. സെക്ഷൽ പ്രൊഡക്റ്റേഴ്സ് ഒക്കെ, പിള്ളേരെ പെഡോഫൈൽസ് ഒക്കെ ഒത്തിരി ഉള്ള കാലമാണിത്. ബ്രാംപ്ടണിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ബ്രാംപ്ടണിൽ കുറേ പേര് പിടിക്കുന്നുണ്ട്. ബ്രാംപ്ടണിൽ ഒരു പേജ് ഉണ്ട്. ആ പേജിൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ഫേക്ക് ഐഡീസ് വെച്ച് പെണ്ണുങ്ങളുടെ ഇത് ഐഡിയ ഉണ്ടാക്കും. എന്നിട്ട് UK ഗവൺമെന്റ് ചെയ്തായിരുന്നു ഇതുപോലെ ഒരു സാധനം. മലയാളികളെ പിടിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരെ ഏറ്റവും കൂടുതൽ പിടിക്കുന്നു UK പിള്ളേരുടെ അക്കൗണ്ട് തുടങ്ങിയിട്ട്. ഈവൻ ആൾക്കാരെ കോഫി ഷോപ്പിലോട്ട് വിളിക്കും. എന്നിട്ട് അവര് വന്ന് അവിടെ ഇരിക്കും കോഫി ഷോപ്പിൽ. അപ്പൊ അടുത്ത് പറയും നമ്മുടെ സാധനം ഉണ്ട്, സ്ക്രീൻഷോട്ട് സഹിതം എല്ലാം ഉണ്ട്. അത് പ്രിന്റ് ഒക്കെ എടുത്തിട്ടാ കാണിക്കുന്നത്. നീ ഇങ്ങനെ പറഞ്ഞു, നീ എന്നോട് ചോദിച്ചപ്പോ 14 വയസ്സെന്ന് ചോദിച്ചപ്പോ നീ ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ തെളിവ് സഹിതം പിടിച്ചിട്ടുണ്ട് ആൾക്കാരെ. അതും തടയാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് ഗവൺമെന്റ് പറയുന്നത്. ലൈക്ക് ഇങ്ങനെ പിള്ളേരെ മെസ്സേജ് ചെയ്ത് വലയിലാക്കാൻ. അവിടെ ആദ്യം ട്രംപിന് മെസ്സേജ് ഷൈനോ, ഞാൻ ഒരു 17 വയസ്സുള്ള കുട്ടിയാണ്, താല്പര്യം പുള്ളി എയർഫോഴ്സ് കൊണ്ട് വിടും, പ്ലെയിൻ വിടും. ഇല്ല, പുള്ളി ഇവൻ ഒരു പർട്ടിക്കുലർ സ്പീച്ചിൽ പുള്ളി അത് ഓൺലൈനിലുണ്ട്. പുള്ളി പബ്ലിക്കായിട്ട് നിന്ന് സംസാരിക്കുമ്പോഴത്തേനും ഒരു പെണ്ണ് ക്രൗഡിൽ നിന്ന് പറയും എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ
കാണാൻ കൊള്ളാം ഇങ്ങ് വന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് എന്തൊക്കെ ചെയ്യാൻ അറിയാം? എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ പറഞ്ഞു പക്ഷേ നിന്നെ കാണാൻ കൊള്ളാം, നിനക്ക് എൻ്റെ ഇതിൽ എയർ ഹോസ്റ്റസ് ആവെന്ന് പറഞ്ഞ്. അപ്പോൾ നിനക്കൊന്നും അറിയില്ലെങ്കിലും കുഴപ്പമില്ല, നിനക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഓക്കെ ഓൾറെഡി ഞാൻ സെറ്റ്. കാരണം ആ പെണ്ണാകാനും കയറി വരുന്ന ആ ഒരു ടൂണിലാണ് പുള്ളി സംസാരിക്കുന്ന, ആ ടൂണിലാണ്. അണ്ട് അവൾ തിരിച്ചു പോകുമ്പോഴത്തേനും പുള്ളി ഇങ്ങനെ നോക്കിയിരിക്കും അവൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുന്നവരെ. അപ്പോൾ അഗെയിൻ അത് അങ്ങനെയാണ്. എൻ്റെ ആ പെണ്ണിൻ്റെ അമ്മയാണ് ഒരുമിച്ചത്. രണ്ടുപേർക്കും കുഴപ്പമില്ല, പിന്നെ പുള്ളിക്കും കുഴപ്പമില്ല. പിന്നെ എന്താ പ്രശ്നം, ലോകം കണ്ട ആൾക്കാർക്ക് എല്ലാം മനസ്സിലായി എന്താ പ്ലെയിനിൽ നടക്കാൻ പോകുന്നത്. പുള്ളിക്ക് അതിന് കുഴപ്പമില്ല. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മുടെ ഈ ടോപ്പിക്ക് വെച്ച് ഞാൻ വേറെ ചോദിക്കട്ടെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതല്ല, എന്താ ഈ പറഞ്ഞ പിള്ളേരിലേക്ക് ഈ പറഞ്ഞ വീഡിയോസെല്ലാം എത്തുന്നതാണ് പ്രശ്നം, ഒരു പ്രശ്നം. അങ്ങനെയാണ് ഇത് മൊത്തത്തിൽ ആൾക്കാർക്ക് ബാൻ ചെയ്താൽ പോരെ. അതൊക്കെ ശരിയാണ്. സോഷ്യൽ മീഡിയ ഒരു പോസിബിലിറ്റി അതാ. അതായത് ഒന്നെങ്കിൽ ബുള്ളിങ്, പിന്നെ ഇത് അതൊക്കെയാണ് പിള്ളേരിലേക്ക് എത്താൻ നമുക്ക് പേടിയുള്ളത്. അതുകൊണ്ടാണ് ഇന്നൊരു റോള് കൊണ്ടുവരുന്നത്, ലോ കൊണ്ടുവരുന്നത്. മൊത്തത്തിൽ ഇത് പണ്ടത്തെ ജനറേഷൻ ഒന്നും പിന്നെ ഇപ്പം. പക്ഷെ അതൊരു വലിയൊരു ഇൻഡസ്ട്രി, ഒരു വലിയ $1 ബില്യൺ ഇൻഡസ്ട്രി. അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു രാജ്യത്തിന്റെ ഒരു ജനറേഷന്റെ ഭാവിയാണോ, ജനറേഷന്റെ ഭാവി. അപ്പം പോൺ ഇമ്മോറലാണെന്ന് എങ്ങനെ നമ്മൾ കോർട്ടിൽ പ്രൂവ് ചെയ്യും? പോൺ ഇമ്മോറലാണെന്നുള്ളത് റിലീജിയസ്ലി ഇമ്മോറലാണ്. പഠിത്തം അല്ലെങ്കിൽ ഒരാളുടെ ശരീരത്തിന് കൊള്ളത്തില്ല, ഒരാളുടെ ഇതിന് കൊള്ളത്തില്ല, നമ്മൾ അങ്ങനെ പ്രൂവ് ചെയ്യും? അത് കുറെ പേരുണ്ടാവും അഡിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് വെച്ചിട്ട് പ്രൂവ് ചെയ്യണം. ഇല്ലാന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ഇതിന് മുമ്പത്തെ ജനറേഷൻ, കുറേ ജനറേഷൻ മുമ്പ് എന്തായാലും ഇല്ലായിരുന്നു ഈ പറഞ്ഞ സാധനം, ഇല്ലായിരുന്നു. അന്നും എല്ലാം ഓക്കെ ആയിരുന്നു. ബാൻ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും എല്ലാം കൂടെ റോട്ടിലോട്ട് ഇറങ്ങാൻ തുടങ്ങുന്നത്. അത് പക്ഷെ അപ്പൊ അത് തന്നെ അപ്പൊ അവിടെ തന്നെ ആലോചിക്കും, അതിന്റെ ഒരു പ്രശ്നം ആലോചിക്കും. ഇത് പക്ഷെ അതാണ് പറഞ്ഞത്, അതിപ്പോ ഇത്രയും എന്താ പറയാ, ഇത്രയും കൈവിട്ട് പോയി ഇത് നിൽക്കുന്ന സാധനം. അപ്പൊ ഇത്ര ആൾക്കാർക്ക് ബാൻ ചെയ്യുന്നതിന് മൊത്തത്തിലൊക്കെ ബാൻ ചെയ്യുന്നില്ല. ഇതിപ്പോ കണ്ടില്ല പ്രശ്നമൊന്നുമില്ല. പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്താ തോന്നുന്നത് നിങ്ങൾ പോൺ കാണൽ നിർത്തുവോ, അതോ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? 14 വയസ്സുള്ള ഒരു കൊച്ചു നിങ്ങളുടെ വീട്ടിലുണ്ട്, ഇൻസ്റ്റാഗ്രാം വേണമെന്ന് പറഞ്ഞു കിടന്ന് കരയുക, നിങ്ങൾ എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യാൻ പോകുന്നത്? കറക്റ്റ്. അഗൈൻ പക്ഷേ ഇതിൽ ആർഗ്യുമെന്റ് ഉണ്ട്, ഇതിൽ കുറേ ഫ്ലോസ് ഞാൻ പറഞ്ഞ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ആർഗ്യൂ ചെയ്യാൻ വരുന്ന ടോപ്പിലാണ്, നല്ല ടോപ്പിക്കുകൾ ഇതൊക്കെ. സോ ദാറ്റ് ബീങ് സെഡ്, നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റ് നമ്മളിവിടെ റാപ്പപ്പ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ കുറച്ച് ഇനിയും ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുകളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിലേക്ക് വരുന്നുണ്ടാവും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.